ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ നല്ല ഒന്നാമത്തെ ഒരു കുമ്പളങ്ങ. നാടനാണ്, ഇവിടെ പിടിച്ചതല്ല, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ചെയ്യാൻ പോവുകയാണ്. ഇത്രയൊന്നും എടുക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് നമുക്കിന്നൊരു റെസിപ്പി ഉണ്ടാക്കാം. ആ കുമ്പളങ്ങയുടെ പകുതി ഇതേ നമ്മളെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ, നമുക്കിത് വെച്ചിട്ട് നല്ലൊരു ഓലൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വൻപയറാണ്. ഞാനിതൊരു 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് ഈ വൻപയർ. ഇത് നമുക്ക് ആദ്യം കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന കുമ്പളങ്ങയുടെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ വൻപയർ എടുക്കാനായിട്ട്. അപ്പോൾ ഈ കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ള വൻപയർ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. പയർ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വൻപയർ 4 വിസിൽ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ പോയതിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുമ്പളങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. കുമ്പളങ്ങ ചേർത്തിട്ട് 2 വിസിലിൽ നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ, നന്നായിട്ട് അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം നമുക്ക്. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ ഇനി വേവാനൊന്നുമില്ല, അതൊക്കെ നന്നായിട്ട് വെന്തതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഓലൻ നമ്മൾ സദ്യക്ക് ഇലയിൽ വിളമ്പൊരു തൊടുകറിയാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ എടുത്താൽ മതി. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അത് ഏകദേശം ഒരു 90% വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. തേങ്ങാപ്പാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരിക്കലും തിളപ്പിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇനി അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4 തണ്ട് കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കണ്ട, നമ്മളത് ഓഫാക്കിയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ ഓലൻ്റെ തയ്യാറായിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ മണമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ചത്. സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓണസദ്യക്ക് മറക്കാതെ നിങ്ങൾ ഈ കറി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഓലൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓണത്തിന് നിങ്ങൾ ഈ രീതിയിൽ ഈ വിഭവം തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.